ഏത് തരത്തിൽ സ്വീകരിക്കാൻ നമ്മളൊക്കെ തയ്യാറെടുക്കണം ബജറ്റിനെ എന്നതാണ് എല്ലാവരും ഇപ്പോൾ മനസ്സിലോർക്കുന്നത്. മോദി ഫൈനൽ ബജറ്റിലേക്ക് അവതരണത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ധനമന്ത്രി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മാത്രമല്ല, ഭാരം ജനങ്ങൾക്കുണ്ടാകില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, കൈയടിക്കാനുള്ള വകയുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും അതുകൊണ്ടാണ് അവസാനം അദ്ദേഹത്തോട് ചോദിച്ചത്, വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വലിയ കൈയടി നേടുന്ന നിർദ്ദേശങ്ങൾ വരുമ്പോൾ അതിനെല്ലാം പണം കണ്ടെത്തുക എന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, അങ്ങനെ അത്തരം കണക്കൂട്ടലുകളുടെ കൂടി അടിസ്ഥാനത്തിലാണോ എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുന്നത് അത്തരം കണക്കൂട്ടലുകളുണ്ട്, പക്ഷേ ഇപ്പോൾ വന്നതിനും ഇനിയും തീരെ കുറയുന്ന ഒരു സ്ഥിതി അടുത്ത കാലത്തൊന്നും ഇനി ഭാവിയിൽ ഉണ്ടാകില്ല എന്ന കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് കേവലം കേരളത്തിലെ ജനങ്ങളുടെ മേൽ കൂടുതൽ പണം ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ബജറ്റിലെ കണക്കുകൂട്ടലുകൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഈ RRTSുമായി ബന്ധപ്പെട്ട കാര്യം. അത് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു. അപ്പോൾ RRTS ആണ് ഇനി ഹൈസ്പീഡ് റെയിൽ എന്നാണ് സർക്കാരിൻ്റെ ഈ അതിവേഗ പാത പദ്ധതി. അപ്പോൾ അത് സംബന്ധിച്ച ഒരുപാട് നാളത്തെ ചർച്ചകൾക്ക് ശേഷം ഇന്നലെ മന്ത്രിസഭാ യോഗം, ഇന്നിപ്പോൾ ബജറ്റ് പ്രസംഗം അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ ഇന്നലെ മന്ത്രിസഭാ യോഗം ഈ നിർണായക തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ബജറ്റിൽ ചില ടോക്കൺ അഡ്വാൻസ് നീക്കിവയ്ക്കൽ, അതായത് ഒരു പണം വകയിരുത്തൽ അതിൽ പ്രതീക്ഷിക്കാം. കാരണം ഈ RRTS എന്ന അതിവേഗ റെയിൽ പദ്ധതിയിലെ 20%, അതിൽ ചെലവഴിക്കേണ്ട പണത്തിൻ്റെ 20% സംസ്ഥാന സർക്കാർ, 20% കേന്ദ്ര സർക്കാരും, 20% അല്ലാതെ വായ്പയുമായി കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ആ 20% സംസ്ഥാന സർക്കാരിൻ്റെ ടോക്കണായി നീക്കിവയ്ക്കാനുള്ള ഒരു നടപടി ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകുമോ? എന്തായാലും ഒരു ബജറ്റിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്ത് തന്നെയായാലും ഒരു ജനപ്രിയ ബജറ്റിനുള്ള തയ്യാറെടുപ്പുമായാണ് ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നത്. ആ ബജറ്റിൻ്റെ അങ്ങനെ തയ്യാറാക്കിയ ബജറ്റ് ഇന്ന് രാവിലെ 6:40 വരെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ പണികൾക്ക് ശേഷം, അന്തിമ മിനുക്ക് പണികൾക്കെല്ലാം ശേഷമാണ് പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് അയച്ചത്. അതിനുശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ 7:40 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ അച്ചടിച്ച ബജറ്റ് പ്രസംഗം എത്തുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ 8:30 ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അവസാന ബജറ്റ് അവതരണം, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ധനമന്ത്രി എന്ന നിലയിലുള്ള അവസാന ബജറ്റ് അവതരണത്തിനായി ഇവിടെ നിന്ന് പുറപ്പെടും. അവിടെ 9 മണിക്ക് നിയമസഭയിൽ എത്തി കഴിഞ്ഞാൽ 9 മണിക്ക് ലക്ഷ്യമിട്ടുള്ള വോട്ട് ലഭ്യമാകണം, തുടർ ഭരണം ലഭ്യമാകണം തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് മാത്രമുള്ളൊരു ബജറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകും എന്നതിൽ സംശയമുണ്ട്. തുടങ്ങിയ ചർച്ചകളും ഉയരുന്നുണ്ട്. അത്തരത്തിൽ മാത്രമായി നമുക്ക് ഈ ബജറ്റിനെ കാണാൻ കഴിയുമോ? രാഷ്ട്രീയപരമായി നമുക്ക് എങ്ങനെ വിലയിരുത്താം ഇതിനെ? തീർച്ചയായും തുടർഭരണം ലക്ഷ്യമിട്ടുണ്ട്. മൂന്നാം തുടർഭരണത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള ബജറ്റ് തന്നെയായിരിക്കും ഇത്. കാരണം എല്ലാ ബജറ്റും വാഗ്ദാനങ്ങൾ നൽകുന്നത് നടപ്പാക്കാൻ വേണ്ടിയുള്ള വാഗ്ദാനങ്ങളാണെന്ന് പറയുമ്പോഴും ഈ 6ാമത്തെ ബജറ്റ്, അതായത് അവസാന ബജറ്റ്, അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. 2 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ മാസം അവസാനിക്കുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജ്ഞാപനമാകും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഇതാണ്, LDF വീണ്ടും വന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ പോകുന്നത്, കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതെന്ന ദിശാബോധം നൽകുന്ന ഒരു ബജറ്റ് തന്നെയായിരിക്കും. അതെല്ലാം പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗം ഒരു മിനി ബജറ്റ് പോലെ ക്ഷേമ പെൻഷൻ വർധന അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം, അന്ന് വലിയ പ്രഖ്യാപനങ്ങൾ, സ്ത്രീ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പെൻഷൻ എന്നത് 5 വർഷം മുൻപ് LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനൊരു തന്ത്രം അന്ന് സ്വീകരിക്കാൻ കാരണം ബജറ്റിൽ ആണ് ഇതെല്ലാം പ്രഖ്യാപിക്കുന്നതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ണുവെച്ചാണ് എന്ന ഒരു വ്യാഖ്യാനം വരുമ്പോൾ അത് അങ്ങനെ ഒരു പ്രതിപക്ഷ വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു പൊതുബോധം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ കൂട്ടി മന്ത്രിസഭാ യോഗത്തിൽ 6 മാസം മുൻപെങ്കിലും ഈ പ്രഖ്യാപനം നടത്തിയത്. എന്നിട്ട് പോലും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല, അത് ഗുണം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രഖ്യാപനങ്ങൾ ഗുണം ചെയ്യാതിരുന്നിട്ട് പോലും അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും അതിൽ ഗുണം ലഭിക്കേണ്ട രീതിയിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലാണ് സർക്കാരിനെ നയിക്കുന്ന മുന്നണിയും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഹൈലൈറ്റ് നൽകിയാണ് അവതരിപ്പിക്കാറ്. ഇത്തവണയും അതുണ്ടാവുമോ? ഈ ഓരോ തവണയും അവതരിപ്പിക്കും പല പദ്ധതികൾ, താങ്ങുവില വർധനവ് അടങ്ങിയവ. പക്ഷേ അതിനുശേഷവും ഇതൊന്നും
പ്രാബല്യത്തിൽ വരാതെയോ ഗുണകരമാവാതെയോ പോവുകയാണ് കർഷകർക്ക് പല കാര്യങ്ങളും. ഇത്തവണത്തെ ബജറ്റിലും വലിയ പ്രതീക്ഷ കൊടുത്ത് ഇവരെ പാതിവഴിയിൽ ഉപേക്ഷിക്കാനാകുമോ സർക്കാർ തുനിയുക, രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻകൂട്ടി കാണുമ്പോൾ എന്നതും സംശയകരമാണ്. പ്രശാന്ത്. തീർച്ചയായിട്ടും ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കൈയയഞ്ഞ സമീപനം ഈ ബജറ്റിൽ സ്വീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ചും റബ്ബർ കർഷകരുടെ കാര്യം നമുക്കറിയാം. കോട്ടയം ഈ മലയോര മേഖലയിലെല്ലാം തന്നെ റബ്ബർ കർഷകർ വലിയ ആശങ്കയിലാണ്. ഒരുപാട് കാലമായി അവർ കേന്ദ്ര സർക്കാരിനോട് റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാക്കണമെന്ന വലിയ നിർദ്ദേശമെല്ലാം ഈ വികാരിമാരെല്ലാം തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ബിഷപ്പുമാരൊക്കെ ഉന്നയിച്ചത് നമുക്കറിയാം. അപ്പോൾ 250 രൂപ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തുന്ന നിർദ്ദേശം അടക്കം സർക്കാരിൻ്റെ മുന്നിലേക്ക് ഈ ബജറ്റിൻ്റെ പരിഗണിക്കുന്ന വേളയിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. പക്ഷേ അത്തരം ഒരു താങ്ങുവിലയിലേക്ക് വർധനയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വലിയ സാമ്പത്തിക ഒരു വിലസ്ഥിരത ഫണ്ട് രൂപീകരിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരു വലിയ തുക നീക്കി വയ്ക്കേണ്ടി വരും. അപ്പോൾ എന്നിരുന്നാൽ പോലും അതെല്ലാം അത്തരം ചിന്തകളെല്ലാം സർക്കാരിന് ആലോചിക്കേണ്ടി വരും, ആലോചിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ നെൽകർഷകരുടെ കാര്യമാണെങ്കിലും നാളികേര കർഷകരുടെ കാര്യമാണെങ്കിലും ഈ സപ്ലൈകോയിൽ നിന്ന് ഇപ്പോൾ നെല്ല് സംഭരണത്തിൻ്റെ കുടിശ്ശിക അടക്കം കർഷകർക്ക് കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ ഒരു ഇടപെടലൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും ഈ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഈ സർക്കാർ ഈ അവസാന ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അടിസ്ഥാന മേഖല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ മാറ്റം അല്ലെങ്കിൽ പുതിയ വളർച്ച കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങൾ ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്ന ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായും ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറയുമ്പോഴും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു വിശദീകരണവും അല്ലെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാടും സർക്കാരിന് ഈ ബജറ്റിന് ശേഷം എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കുമെന്നെല്ലാം ഏറ്റവും പ്രധാനമാണ്. ഏവരും കാത്തിരിക്കുന്നത് ഞങ്ങളെ എങ്ങനെ ഈ ബജറ്റ് ഗുണം ചെയ്യും എന്നതിനപ്പുറത്തേക്ക് ഈ ബജറ്റ് നമുക്ക് ദോഷമാകുമോ എന്നതാണ്. കാരണം 2 വർഷം മുൻപ് നടത്തിയ ഈ ധനമന്ത്രി തന്നെ അവതരിപ്പിച്ച ബജറ്റിൽ ഈ സെസ് എന്ന രൂപത്തിൽ എല്ലാ ദിവസവും പെട്രോൾ അടിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ബാധിക്കുന്ന രീതിയിലുള്ള സെസ് വന്നിരുന്നു. അപ്പോൾ നിലവിൽ തന്നെ നമ്മളിപ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 2 രൂപ സെസ് വരുന്നുണ്ട്. അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിലേക്ക് മാറ്റുന്നതാണ്. ഇതിനൊപ്പം തന്നെ മദ്യം ഉപയോഗിക്കുന്നവർക്ക് മദ്യം വാങ്ങുമ്പോൾ ഒരു തുക സെസ്സായി പിരിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ 2 വർഷം മുൻപ് ജനത്തിനുമേൽ ഭാരമായി വന്ന ഇപ്പോൾ പെട്രോൾ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കഴിഞ്ഞ മുൻകാല ബജറ്റിലുണ്ടായ ഏൽപ്പിച്ച ഭാരം അത് കുറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതെടുത്ത് മാറ്റുന്നതിനുള്ള സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനം ഈ ബജറ്റിലൂടെ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൗതുകത്തോടെ കാണേണ്ടതാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ അതിന് സാധിക്കില്ല എന്നതാണ് പരോക്ഷമായി ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ സാമ്പത്തിക വർഷം മാത്രം 17,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ അവസാന ഭാഗത്തിൽ തന്നെ 4,000 കോടിക്ക് മുകളിലുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി, ഈ സാമ്പത്തിക ഞെരുക്കം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വരുമാനം കേന്ദ്രത്തിൽ നിന്ന് വിഹിതമായി കിട്ടാതെ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടി കഴിഞ്ഞ കാലത്തുണ്ടാക്കിയിരിക്കുന്ന ബജറ്റ് അത് പലതും നികുതി വരുമാനത്തിന്റെ നികുതി വിഹിതം സംസ്ഥാന സർക്കാരിന് കൊടുത്തില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് പറയാറുണ്ട്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഒട്ടേറെ ഉള്ളപ്പോൾ അത്തരം പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത് സർക്കാരിന് കഴിയുന്ന ഒരു കാര്യമാണ്. ആ ഘട്ടത്തിലും പ്രധാനമായും നികുതി വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നാൽ അത് അപകടകരമായ ഒരു നൂൽപാലത്തിലൂടെയുള്ളൊരു നടപ്പ് പോലെ ബുദ്ധിമുട്ടുള്ളതല്ലേ സർക്കാരിന്? എങ്ങനെയാണ് ഇനി ഈ സർക്കാരിൻ്റെ തുടർഭരണം വന്നാലും അത് മാറി അടുത്ത സർക്കാർ വന്നാലും ഒക്കെ ആ തരത്തിൽ ദുർബലമായ ഒരു സാമ്പത്തിക സ്ഥിതിയോടെ മുന്നോട്ട് പോകേണ്ടി വരില്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഊന്നൽ നൽകിയില്ല എങ്കിൽ? ഈ നികുതി വരുമാനത്തിൻ്റെ വിഹിതമാണെങ്കിലും ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻറ്റുകളാണെങ്കിലും ഇതെല്ലാം തന്നെ സംസ്ഥാനങ്ങൾക്ക് അർഹമായ കേന്ദ്ര പൂളിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിൽ പലവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി കുറവ് വരുത്തുന്നു അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കൽ നടത്തുന്നു എന്നതാണ് സംസ്ഥാനത്തിൻ്റെ വിമർശനം. അങ്ങനെ ചെയ്യുമ്പോൾ ആ പണം അല്ലെങ്കിൽ ഈ അടുത്ത സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര വിഹിതമായി സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹമായ തുകയിൽ ഇത്ര കിട്ടും
എന്ന കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ബജറ്റ് തയ്യാറാക്കുന്നത്. നമ്മളൊരു കുടുംബ ബജറ്റ് തയ്യാറാക്കുമ്പോൾ പോലും ഇത്ര രൂപ നമുക്ക് ഇന്ന സോഴ്സിൽ നിന്ന് വരും എന്നത് കണക്കാക്കിയാണ് നമ്മൾ ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഒരു മാസത്തെ ബജറ്റ് തയ്യാറാക്കുമ്പോൾ പോലും അത്തരം പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ അത്തരം പ്ലാനിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ബജറ്റ് തയ്യാറാക്കുമ്പോൾ പിന്നീട് ആ പണം വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഞെരുക്കം, ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അതിൽ പലതിലും പദ്ധതി വിഹിതം വെട്ടിക്കുറവ് വരുത്തേണ്ടി വരുന്ന സ്ഥിതി വരും. അപ്പോൾ ഈ വരുന്ന ബജറ്റാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ ബജറ്റാണെങ്കിലും റവന്യൂ ഏത് രീതിയിലെല്ലാം വരും, അത് നികുതി ഇനത്തിലാണെങ്കിലും അല്ലാതെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ഇനത്തിലാണെങ്കിലും ഇത്തരത്തിൽ വിഹിതമായി കേരളത്തിന് കിട്ടേണ്ടത് കണക്ക് കൂട്ടി തന്നെയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ജനങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സെസ്സിൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ചില വരുമാന മാർഗ്ഗങ്ങളുണ്ട്. അതാണ് ബജറ്റിലെ ധനാഗമ മാർഗ്ഗങ്ങൾ. മുൻകാലത്ത് നികുതി ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയാണ്. GST ഇപ്പോൾ കൃത്യം നമ്മൾ ജനങ്ങളിൽ നിന്ന് GST പിരിച്ചെടുക്കുന്നത്, GST വകുപ്പ് പിരിച്ചെടുക്കുന്ന GST ആയി പിരിക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായി പോകുന്നു. പക്ഷേ മറ്റ് രീതിയിലുള്ള ഫീസ് ഇനത്തിലൊക്കെ തന്നെ പല രീതിയിലുള്ള പിരിവുകൾ, കാലങ്ങളായി പരിഷ്കരിക്കാത്ത പിരിവുകൾ, അത് കഴിഞ്ഞ കാലങ്ങളിലെ ബജറ്റുകളിലെല്ലാം തന്നെ അത് പരിഷ്കരിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വരുമാനം സംസ്ഥാനത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ് ഈ നികുതി വിഹിതം സംസ്ഥാനത്തിന് കേന്ദ്രം നൽകേണ്ടത്. അത് സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട അവകാശമാണ് എന്ന് ഉള്ളപ്പോൾ തന്നെയാണ് അതിനോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റെന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കും, സഹായകമായ കൃഷിയെയും കാർഷിക മേഖലയെയും ഉത്തേജിപ്പിക്കാനുള്ള എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാകും, സാധാരണക്കാരൻ്റെ മേലെ വരുന്ന നികുതിക്ക് അല്ലെങ്കിൽ വില വർധനവിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയപരമായി മാത്രം ഈ ബജറ്റിനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം എന്നത് മാത്രം കണ്ട് ബജറ്റിനെ സമീപിക്കാതെ പൊതുവിൽ എല്ലാവർക്കും ഗുണകരമായ രീതിയിലുള്ള ഒരു ബജറ്റ് അങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുക എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക്